Hello all, welcome to the 11th session of International Business. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇവല്യൂഷൻ നമ്മൾ ചെറുതായിട്ട് ആദ്യ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്റർനാഷണൽ ബിസിനസിനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് ഓർഗനൈസേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നവയായിരുന്നു WTOയും അതുപോലെ IMF അതുപോലെ വേൾഡ് ബാങ്ക് മുതലായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച്. ഇനി ഇവയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അവ ലോകത്തിന്റെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബിസിനസ്സുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അവയ്ക്ക് വേണ്ടി ഫിനാൻസ് കൈമാറുന്നത് എങ്ങനെയെന്നും മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് അണ്ടർ ഡിസ്കഷൻസിൽ വരുന്നത് WTO. ആ WTO ഗാട്ടിലൂടെ ആവിർഭവിക്കപ്പെട്ട് പിന്നീട് WTO ആയിട്ട് മാറിയതുമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The topic of discussion is WTO. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഇന്ന് ലോകത്തിന്റെ തന്നെ ബിസിനസിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള റൂൾസ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ പോലീസിംഗ് നിർവഹിക്കുന്ന ആളുകൾ. ഈ WTOയുടെ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള WTO ആണെങ്കിൽ പോലും അത് ആവിർഭവിക്കപ്പെട്ടത് ഗാട്ടിൽ നിന്നാണ്. ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഈ ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഗാട്ടിലൂടെയാണ് പിന്നീട് WTO ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഗാട്ടിനെ കുറിച്ച് അറിയാം, ശേഷം WTOയിലേക്ക് വരാം. ഗാട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയും അതിൽ വളരെയധികം രാജ്യങ്ങൾ അവരുടെ മുഴുവൻ എക്കോണമി തകർന്നു തരിപ്പണമാവുകയും ചെയ്തൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്നും റിക്കവർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെ കുറിച്ച്. ഒന്ന് ഹാരി ഡെക്സ്റ്റർ വൈറ്റ് എന്നുള്ള അമേരിക്കക്കാരനും അതുപോലെ ഫേമസ് ക്ലാസിക് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സർ ജോൺ മെനാർഡ് കെയ്ൻസും. അവരുടെ കുറേയധികം ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഈ പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവരുടെ മനസ്സിൽ കണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ITO ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ, മറ്റൊന്ന് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് തേർഡ് IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇവ മൂന്നും ആരംഭിക്കുക എന്നുള്ളതായിരുന്നു അവർ ഈ ഒരു വേൾഡ് വാർ 2യുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ദുരന്തങ്ങളിൽ നിന്നും കരകയറാനുള്ള മാർഗമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരെല്ലാവരും രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതാണ് ബ്രെറ്റൻ വുഡ് കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. ബ്രെറ്റൻ വുഡ് കോൺഫറൻസസിന്റെ ഭാഗമായിട്ടാണ് ആ മൂന്ന് സ്ഥാപനങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ രണ്ട് കാര്യങ്ങൾ പക്ഷെ ബ്രെറ്റൻ വുഡ് കോൺഫറൻസസിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അതാണ് IBRDയും IMFും. അതുകൊണ്ടാണ് അവയെ ബ്രെറ്റൻ വുഡ് ടിൻസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അത് പ്രകാരം ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ആയിരുന്നു അവർ ഉദ്ദേശിച്ചതെങ്കിലും അത് നടപ്പാക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് കുറേയും അതിന്റെ പിന്നാലെ നടന്ന ചർച്ചകൾക്കൊക്കെ ശേഷം അതിന്റെ തന്നെ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള അഗ്രിമെന്റ് ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടല്ല, പകരം ഒരു അഗ്രിമെന്റ് ആയിട്ട് കുറച്ച് രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു അഗ്രിമെന്റ് ആയിട്ട് പുറത്തു വരുന്നു. അതാണ് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. തീർച്ചയായിട്ടും ചില രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കണമെങ്കിൽ അഗ്രിമെന്റുകൾ നിർബന്ധമാണ്, റൂളുകൾ വേണം. റൂളുകൾ ഇല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. കുറെ റോഡ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, റോഡിലൂടെ എങ്ങനെ സഞ്ചരിക്കണം എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം. അത് വലതു ഭാഗത്തുമാണ്, ഇടതു ഭാഗം വേണം, എവിടെ തിരിയണം, എങ്ങനെ, എന്തൊക്കെ ട്രാഫിക് ലൈറ്റുകൾ എന്തെല്ലാം വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റോഡുകളിലൂടെ ഗതാഗതം സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടത്. ഓരോ രാജ്യത്തിന്റെയും റിസോഴ്സുകൾ അവർ ഉപയോഗപ്പെടുത്തണം. അവർക്ക് വേണ്ട ഫണ്ട് കൈമാറാൻ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ആയിട്ടുള്ള IBRD വേണം. ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ IMF വേണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫറും ട്രേഡും നടക്കണമെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള കുറെ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അത് എല്ലാ രാജ്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വേണം. എങ്കിലേ ഒരു ട്രേഡ് അവിടെ ഒരു ഒരു പാർട്ടിക്കും പ്രത്യേകിച്ച് എന്തില്ല, മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള
ഒരു ട്രേഡ് റൂളുകൾ അത്യന്താപേക്ഷിതമാണ്. അത്തരം ട്രേഡ് റൂളുകളാണ് ഗാട്ടിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഗാട്ട് ബ്രെട്ടൻ വുഡ് കോൺഫറൻസസിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണെങ്കിൽ പോലും ഒരിക്കലും ഇത് ഗാട്ടിന്റെ ട്വിൻസിൽ വരുന്നില്ല. അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക. അല്ല, ബ്രെട്ടൻ വുഡ് ട്വിൻസിൽ വരുന്നില്ല. ബ്രെട്ടൻ വുഡ് ട്വിൻസിൽ ആരൊക്കെയാണ് വരുന്നത് ചോദിക്കാൻ, ദാറ്റ്സ് IMFഉം വേൾഡ് ബാങ്ക് ഓർ IBRD എന്നുള്ളതാണ്. ഇതിനെ രണ്ടും നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് IMFനെയും വേൾഡ് ബാങ്കിനെയും കുറിച്ച്. നമുക്കിപ്പോ ഗാട്ടിനെ കുറിച്ച് പറയാം. ഗാട്ട് അതിനുശേഷം പിന്നെ 1944 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെയും കുറേയധികം ചർച്ചകളൊക്കെ നടക്കുകയും അങ്ങനെ 30th October 1947 ആണ് ഈ ഗാട്ട് സൈൻ ചെയ്യപ്പെടുന്നത്. ITO ആയിരുന്നു അവർ ഉദ്ദേശിച്ചതെങ്കിലും ITO സാധ്യമാവാതെ വന്നു. ആൻഡ് ആ നെഗോസിയേഷൻസ് ഫെയിൽ ആവുന്നതാണ് പിന്നീട് ഗാട്ട് അഗ്രിമെന്റിലേക്ക് നയിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ഓരോ രാഷ്ട്രങ്ങളുടെയും ഈ ട്രേഡ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ ട്രേഡ് ബാരിയേഴ്സിനെ എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗാട്ടിന്റെയും WTOയുടെയും അടിസ്ഥാന തത്വം. ഫ്രീ ട്രേഡ് എക്സിസ്റ്റ് ചെയ്യണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. എന്നാൽ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ട് കടന്നു വരുന്നത്, പുറത്തുള്ളവർ അങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി വലിയ മതിലുകൾ കെട്ടി സംരക്ഷിക്കും സ്വന്തം രാജ്യങ്ങളെ. ആ ഇന്റർനാഷണൽ ട്രേഡുകളിൽ അത്തരത്തിലുള്ള മതിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേഡ് ബാരിയേഴ്സ്. ഈ ട്രേഡ് ബാരിയേഴ്സ് താരിഫുകളായിട്ടും നോൺ താരിഫ് ബാരിയേഴ്സുമായിട്ടും വരാറുണ്ട്. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് എന്നുള്ളത് നമുക്ക് മറ്റു ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ട്രേഡ് ആൻഡ് നോൺ ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ളത്. അതുപോലെ ഈ നോൺ ട്രേഡ് ബാരിയേഴ്സ് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് തന്നെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ട്രേഡ് ബാരിയേഴ്സിൽ അതുപോലെ വരുന്നത്. നമ്മളെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വെക്കുക എന്ന് പറഞ്ഞത് ഒരു ട്രേഡ് ബാരിയർ ആണ്, അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ട്രേഡ് ബാരിയർ ആണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ബാരിയേഴ്സിനെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഗാട്ടിന്റെ റൂളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് പക്ഷെ പല രാഷ്ട്രങ്ങൾക്കും അത്തരത്തിൽ അത് പൂർണ്ണമായിട്ട് എടുത്ത് ഒഴിവാക്കുകയും അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ എതിരായിട്ട് ചിന്തിക്കുന്ന കുറെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഗാട്ട് പോലെയുള്ള ഉയർന്നു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തന്നെ വിജയിച്ചിട്ടില്ല വലിയ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങൾ ആ രാജ്യത്തേക്ക് കടന്നു കയറാനുള്ള മാർഗമായിട്ട് ഇത്തരത്തിലുള്ള ഗാട്ട് പോലെയുള്ളവ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലരും അതിനെ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് ഈ ഗാട്ട് എന്നുള്ളത് ഏകദേശം 8 റൗണ്ട്സ് ഓഫ് ഗാട്ട് നടക്കുന്നുണ്ട്. ആ ഗാട്ടിന് ശേഷം അത് പിന്നീട് ഉറുഗ്വ റൗണ്ട് കോൺഫറൻസിലൂടെ അത് അവരുദ്ദേശിച്ച പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത് 1994. അപ്പോഴാണ് അത് പിന്നീട് WTOയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് മാറുന്നത്. ആ WTO ആണ് ഇപ്പോൾ നിലവിലുള്ള WTO. നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്ന ഭാഗം അവരെ കുറിച്ചാണ്. അതിന്റെ മുന്നേ ഗാട്ടിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ പറയാണ്. വ്യത്യസ്ത റൗണ്ട്സ് ഓഫ് ഗാട്ടുകൾ WTO ആയി മാറുന്നതിന്റെ മുന്നേ ആയിട്ട് നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ പ്രധാനമായിട്ടും ഒരു 3 കാറ്റഗറൈസ് ചെയ്യാൻ, 3 ഫേസസ് ആയിട്ട് വേണമെങ്കിൽ തിരിക്കാവുന്നതാണ്. ഇതല്ലാതെ ഈ റൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ മുന്നേ ഈ ഒരു 3 ഫേസസിന്റെ പ്രത്യേകത ഒന്ന് പറയാണ്. ഫസ്റ്റ് ഫേസ് ആവുന്ന സമയത്ത് ചില എക്സിസ്റ്റിംഗ് താരിഫ് ലെവലിനെ പൂർണ്ണമായിട്ടും ഫ്രീസ് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു 1947 ഫസ്റ്റ് ഗാട്ട് റൗണ്ട് മുതൽ ടോർക്കിയോ റൗണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഫേസിൽ ഉദ്ദേശിക്കുന്നത് മിക്കവാറും എല്ലാ വസ്തുക്കൾക്കും ബാധകമായിട്ടുള്ള ഈ താരിഫ് റിഡക്ഷൻ ആണ്, റെഡ്യൂസിങ് താരിഫ്സ് ആണ്. എല്ലാ താരിഫുകളും കുറച്ചു കൊണ്ടുവരാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് സെക്കൻഡ് ലെവൽ ഓഫ് ഫേസ് നടക്കുന്നത്. 1959 to 79 വരെയുള്ള റൗണ്ടുകളൊക്കെ അത്തരത്തിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നടക്കുന്നത്. തേർഡ് ഫേസ് ആയിട്ടുള്ള ഉറുഗ്വ റൗണ്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഇന്ന് നമ്മൾ കാണുന്ന WTOക്ക് ജന്മം നൽകിയ കുറെ അധികം കാര്യങ്ങൾ. ഇന്നത്തെ WTOയുടെ വരുന്ന അഗ്രിമെന്റുകളും പ്രിൻസിപ്പിളുകളും ഒക്കെ യഥാർത്ഥത്തിൽ ഫോം ചെയ്യപ്പെടുന്നത് ഉറുഗ്വ റൗണ്ടിലൂടെയാണ്. അവിടെയാണ് അഗ്രിമെന്റുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിലേക്ക് വരുന്നത്. അഗ്രികൾച്ചറിലേക്കും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികളിലേക്കും സർവീസസിലേക്കും ക്യാപിറ്റലിലേക്കും ഒക്കെ ഈ WTOയുടെ റൂളുകൾ കടന്നു വരുന്നത്. ഇന്നത്തെ നിലനിൽക്കുന്ന WTOയുടെ റൂളുകളും മിക്കവാറും വരുന്നത് ഈ ഒരു ഫേസിലാണ്. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഫേസുകളാണ് ഗാട്ടിന് നടന്നിട്ടുണ്ടായിരുന്നത്.
ഏതെല്ലാമാണ് ആ റൗണ്ടുകൾ ഒന്നുകൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കാം. ആദ്യത്തെ റൗണ്ടിന്റെ ജനീവ റൗണ്ടാണ് 1947 വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലും താരിഫ് റിഡക്ഷൻ ആണ്. എക്സിസ്റ്റിംഗ് താരിഫ് റിഡക്ഷൻസ്, ചില താരിഫുകൾ ഫ്രീസ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുപോലെ ആനസി ഫ്രാൻസില് 1949, അതുപോലെ ടോക്കിയോയില് 1950-51, അതുപോലെ ജനീവ 1956, ദെൻ ഡില്ലൻ റൗണ്ട്. ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് WTOയുടെ തന്നെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ഈ ഡില്ലൻ. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന റൗണ്ടാണ് 1960-61. ഇത്തരത്തിലുള്ള ഈ റൗണ്ടുകളെല്ലാം ഉദ്ദേശിച്ചിട്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും താരിഫുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറച്ചു കൊണ്ടുവരാനുള്ള പരസ്പരം കുറേയധികം ചർച്ചകൾ നടക്കും. എന്നിട്ട് അപ്പോ എല്ലാ രാജ്യങ്ങളും അഗ്രി ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഗുഡ്സിന്റെ അകത്തുള്ള താരിഫുകളെ പതുക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒട്ടനവധി വസ്തുക്കളുടെയും താരിഫ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു ഈ ഒരു കാലഘട്ടം ആവുമ്പോഴേക്കും. അതിനുശേഷം കെന്നഡി റൗണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡിയുടെ പേരിൽ അറിയപ്പെടുന്ന കെന്നഡി റൗണ്ട് 60-67 വരെ വരുന്ന കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്താണ് താരിഫ് റിഡക്ഷന് പുറമെ ആന്റി ഡംപിംഗ് ലോസും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഡംപിങ്ങിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എന്താ പറയാ വസ്തുക്കൾ വന്ന് കുന്നുകൂടുകയും എന്നിട്ട് കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് കുറഞ്ഞ പ്രൈസിന് വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഡംപിംഗ് എന്നുള്ള പ്രോസസ്സ്. ഡംപിംഗ് ലോസ് ഇങ്ങനെ പുറത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വന്ന് കുമിഞ്ഞു കൂടുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള ആന്റി ഡംപിംഗ് ലോസും കൂടെ വരുന്നത് ഈ ഒരു കെന്നഡി റൗണ്ടിലാണ്. അത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ആന്റി ഡംപിംഗ് മെഷേഴ്സ് ആന്റി ഡംപിംഗ് ലോസ് ഏത് ഗാട്ട് റൗണ്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് കെന്നഡി റൗണ്ടിലാണ്. പിന്നീട് ടോക്കിയോ റൗണ്ട് ആണ്. ടോക്കിയോ റൗണ്ട് ആവുന്ന സമയത്ത് 73-79 ആണ്. അന്നാണ് ആദ്യമായിട്ട് നോൺ താരിഫ് ബാരി മെഷേഴ്സിനെയും കുറിച്ചുള്ള ഈ ഘാട്ട് റൗണ്ടുകളിൽ കടന്നു വരുന്നത്. അതുവരെ താരിഫ് റിഡക്ഷൻ മാത്രമായിരുന്നു പറയാറുള്ളതെങ്കിൽ പിന്നീട് നോൺ താരിഫ് റിഡക്ഷനും കൂടെ എന്ത് ചെയ്തു ടോക്കിയോ റൗണ്ടിന്റെ ഭാഗമായിട്ട് വന്നു. പിന്നീട് ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസ് വരുന്നു. ഉറുഗ്വേ റൗണ്ടാണ് 86-93 വരെയുള്ള ദീർഘകാലഘട്ടത്തിൽ നടന്ന കുറേയധികം ഒട്ടനവധി ചർച്ചകൾക്കും ഒട്ടനവധി കരാറുകളും ഒക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സർവീസസിനെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കുറിച്ചും എല്ലാമുള്ള നിരവധി ആയിട്ടുള്ള അഗ്രിമെന്റുകൾ, ഏകദേശം 10-60ഓളം അഗ്രിമെന്റുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഫോം ചെയ്യപ്പെട്ട അഗ്രിമെന്റുകൾ എല്ലാം കൂടെ കൂടിയിട്ടാണ് പിന്നീട് ഉറുഗ്വേ റൗണ്ടിന്റെ ഭാഗമായിട്ട് അത് 1993 അവർ അഗ്രി ചെയ്യുകയും 1994 കൂടിയിട്ട് WTO ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. WTO മാറിയതിനു ശേഷം പിന്നീട് ഒരൊറ്റ റൗണ്ട് ഓഫ് കോൺഫറൻസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ദോഹ റൗണ്ട് ആണ്. DDA, ദോഹ ഡെവലപ്മെന്റ് അജണ്ട എന്നറിയപ്പെടുന്ന DDA ആണ്. ആ DDA പ്രകാരം ഉള്ള റൗണ്ടുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പല മിനിസ്റ്റീരിയൽ കോൺഫറൻസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലെല്ലാം അന്ന് നമ്മൾ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പുതിയ റൗണ്ട്സ് ഓഫ് കോൺഫറൻസുകൾ നമ്മൾ നടക്കുന്നില്ല. കാരണം അതിൽ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും മിക്കവാറും രാഷ്ട്രങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റുകളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പിന്നീട് പുതിയ റൗണ്ടുകൾ നടക്കാതെ വരുന്നത്. പഴയ റൗണ്ടുകളുടെ ഭാഗമായിട്ടുള്ള മിനിസ്റ്റീരിയൽ കോൺഫറൻസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് താനും. അങ്ങനെ WTO ആയിട്ട് മാറുന്നു. മാറിയ ശേഷമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരാം. WTO ആണ് ഇന്ന് ലോകത്തിന്റെ തന്നെ ഈ ഇന്റർനാഷണൽ ബിസിനസിന് ആവശ്യമായിട്ടുള്ള റൂളുകൾ നിർമ്മിക്കുന്ന പരമാധികാര സമിതി. WTO ഡീൽസ് വിത്ത് ദ റൂൾസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ നാഷൻസ് അറ്റ് ഗ്ലോബൽ ലെവൽ. ഗ്ലോബൽ ലെവലിലുള്ള ഇന്റർനാഷണൽ ബിസിനസിന്റെ നിയമങ്ങള് റൂളുകൾ നിർമ്മിക്കുന്ന സമിതിയാണ് WTO. നിർമ്മിക്കുക മാത്രമല്ല, ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ നെഗോഷിയേറ്റിംഗ് ഇംപ്ലിമെന്റിംഗ് ന്യൂ ട്രേഡ് അഗ്രിമെന്റ്. ഒരു ട്രേഡ് അഗ്രിമെന്റുകൾ അവരെന്ത് ചെയ്യും കൊണ്ടുവരും, അവരതിനെ കുറിച്ച് പഠിക്കുകയും എന്നിട്ട് അത് നെഗോസിയേറ്റ് ചെയ്യും വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട്. ഈ ഇത്തരത്തിലുള്ള അഗ്രിമെന്റുകൾ പല രാജ്യങ്ങൾക്കും ഇതിന്റെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് കുറെ അധികം രാജ്യങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു കൺസെൻസിലേക്ക് എത്താൻ പരസ്പരം സഹകരണവും പരസ്പര
എന്താ പറയുക ചർച്ചകളിലൂടെയും ഒരു നെഗോസിയേഷൻസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അഗ്രിമെന്റുകളിലേക്ക് എല്ലാവരും കൂടെ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള നെഗോസിയേഷൻസിലൂടെ അഗ്രിമെന്റുകൾ ഉണ്ടാക്കുന്നു, ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു WTO ഒരു റൂൾ അഗ്രിമെന്റ് ആയിട്ട് കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുക, അതിനനുസൃതമായിട്ട് അതിൽ സൈൻ ചെയ്യുന്ന മെമ്പർ കൺട്രികളുടെ അകത്തുള്ള അവരുടെ ഡൊമസ്റ്റിക് ലോസും ഇതിനനുസൃതമായിട്ട് മാറ്റേണ്ടതായിട്ട് വരും. സോ ആ ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ വലിയൊരു ഒരു കുറെ അധികം സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓരോ ലോകരാജ്യങ്ങൾക്കകത്തും ഉള്ള ഓരോ കൺട്രിയുടെയും അകത്ത് അവർക്കുള്ള അവരുടെ ഡൊമസ്റ്റിക് ലോസിൽ ഇതിനനുസൃതമായിട്ടുള്ള അമെന്റ്മെന്റുകൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിനുള്ള സഹായവും ആര് കൊടുക്കും? WTO ചെയ്തു കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് പോലീസിംഗ് മെമ്പർ ഓഫ് കൺട്രീസ് അഡ്ഹറൻസ് ടു WTO അഗ്രിമെന്റ് സൈൻ ബൈ ദം. അതുപോലെ അത്തരം രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള WTO അഗ്രിമെന്റുകൾ സൈൻ ചെയ്ത രാഷ്ട്രങ്ങൾക്ക് ഈ അവരുടെ റൂളുകൾ WTO റൂളുകളുമായിട്ട് അഡ്ഹർ ചെയ്ത് പോവാൻ അത് നോക്കി നടത്താനും കൈകാര്യകർത്തൃത്വം നടത്തുന്നതും എല്ലാം WTO തന്നെയാണ്. WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സെൻട്രൽ വില്യം റപ്പേർഡ് ആണ്. അത് ജനീവയിലാണ്. ജനീവയാണ് സ്ഥലം. ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ചോദിക്കുകയാണെങ്കിൽ എഴുതുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ആണ് സെൻട്രൽ വില്യം റപ്പേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിന്റെ തീരുമാനം എടുക്കുന്ന അപ്പെക്സ് ലെവൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. MC എന്ന് വിളിക്കും സാധാരണ. MC ഓർ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് വെച്ചാൽ തീരുമാനം എടുക്കുന്ന പരമാധികാര സമിതിയാണ്. ഇതിലുള്ള മെമ്പേഴ്സ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ രാജ്യത്തിന്റെയും ഫോറിൻ മിനിസ്റ്റേഴ്സ് കൂടിയിരുന്നിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്ന മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കുന്നത്. ഒന്നുകിൽ അവരായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. 2 വർഷത്തിലൊരിക്കലാണ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കേണ്ടത്. ചില സമയത്ത് സമയമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട്. പിന്നീട് ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ നമ്മൾ ഇവരുടെ ഒരു WTOയുടെ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അവരുടെ സ്ട്രക്ചറും കൂടെ പറയുന്ന സമയത്ത് ഈ ജനറൽ കൗൺസിൽ ഉണ്ട്, അതുപോലെ അതിന്റെ താഴേക്കുള്ള കൗൺസിൽസ് ഓഫ് ട്രേഡ് ഒക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് പറയാം. ഏതായാലും ജനറൽ കൗൺസിലിന് ഒരു ഡയറക്ടർ ജനറൽ ഉണ്ടായിരിക്കും. ഈ ഡയറക്ടർ ജനറലെ നിയമിക്കുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. ആരായിരിക്കണം ഡയറക്ടർ ജനറൽ എന്നുള്ളത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വോട്ടിങ്ങിലൂടെയാണ് തീരുമാനിക്കാറുള്ളത്. ഈ WTO ഒഫീഷ്യലി കമന്റ് ചെയ്യുന്നത് 1 ജാനുവരി 1995 അണ്ടർ മാരക്കേഷ് അഗ്രിമെന്റ്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു അഗ്രിമെന്റ് ആണ് ഈ മാരക്കേഷ് അഗ്രിമെന്റ്. മാരക്കേഷ് അഗ്രിമെന്റിലൂടെയാണ് WTO ആയിട്ട് മാറുന്നത്, ഗാട്ടിനെ WTOയിലേക്ക് മാറ്റിയെടുക്കുന്നത്. അത് അന്ന് സൈൻ ചെയ്യുന്നത് 124 മെമ്പർ കൺട്രികളാണ് അതിൽ അന്നുണ്ടായിരുന്നത്. സൈൻ ചെയ്യുന്നത് 15 ഏപ്രിൽ 1994 സോ 1994 സൈൻ ചെയ്യുന്നു. ഈ 2 ഡേറ്റുകൾ ഓർത്തു വെക്കണം, കാരണം സൈൻ ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കാൻ 1994 ആണ്. ഓപ്പറേഷൻ ലെവലിലേക്ക് വരുന്നത് 1 ജനുവരി 1995 അപ്പോഴാണ് WTO ആയിട്ട് അതിന്റെ ഓപ്പറേഷൻസ് അവർ ആരംഭിക്കുന്നത്. അത് ഗാട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ ഗാട്ടുമായിട്ട് പ്രധാനപ്പെട്ടത് ഇന്ന് ഗാട്ടിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രിമെന്റുകളൊക്കെ 1986 to 94 വരെയുള്ള ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നീട് വന്നിട്ടുള്ളത് ഒരു സിംഗിൾ റൗണ്ട് ആണ്. അതാണ് ദോഹ ഡെവലപ്മെന്റ് അജണ്ട DDA 2001. അതിനുശേഷം പല മിനിസ്റ്റീരിയൽ കോൺഫറൻസുകൾ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അതിലൂടെ ഒക്കെ കുറെ അധികം നെഗോസിയേഷൻസ് ഒക്കെ ഗോയിങ് ആണ്. അതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ടാണ് ഈ ബാലി പാക്കേജ് ഒക്കെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യത്യസ്ത പാക്കേജുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ദോഹ ഡെവലപ്മെന്റ് അജണ്ടയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കറന്റ് ഡയറക്ടർ ജനറലാണ് റോബർട്ടോ അസോഡോ. ബ്രസീലുകാരനാണ്. 2019 സമയം അവസാനിച്ചെങ്കിൽ പിന്നെയും അദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുക്കുമായിരുന്നു. ബ്രസീലുകാരനാണ്. കറന്റ്ലി ഇപ്പൊ 164 മെമ്പേഴ്സ് ആണ് WTOയിൽ വരുന്നത്. അതുപോലെ 23 ഒബ്സർവർ കൺട്രീസും ഉണ്ട് ഈ ഇതിൽ വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് അതിൽ മെമ്പേഴ്സ് ആയിട്ട് ചേർന്നത് ലൈബീരിയയും അഫ്ഗാനിസ്ഥാനുമാണ്. അവരാണ് 2016 അവസാനമായിട്ട് ഇതിന്റെ ഈ WTOയിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന 2 രാജ്യങ്ങൾ. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് WTO. WTOയുടെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് കൂടെ നോക്കാം. ഫങ്ഷൻസിൽ വരുന്നത് ഒന്ന്, ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ
implementation, administration and operation of all agreements of international trade. എല്ലാ കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഇംപ്ലിമെന്റേഷൻ, അഗ്രിമെന്റുകൾ, വേൾഡ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഗ്രിമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ, അതിന് അഡ്മിനിസ്ട്രേഷൻ നടത്തണം, ഓപ്പറേഷൻസ് വേണം. ഈ വ്യത്യസ്ത കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. റൂളുകൾ നിർമ്മിക്കുക എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് അത്ര വലിയ റിസ്ക് ഇല്ല. പക്ഷെ നിർമ്മിച്ചെടുക്കുന്ന അഗ്രിമെന്റുകൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അതിനവർക്ക് സമയം നൽകി ആ സമയബന്ധിതമായിട്ട് ഈ അഗ്രിമെന്റുകൾ അവരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഹെക്ടിക് ടാസ്ക് ആണ്. അത് പല രാജ്യങ്ങളും അതിൽ പരാജയപ്പെടും. അതുകൊണ്ട് അവരെ പിന്നെയും അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കേണ്ടതായിട്ട് വരും. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഗ്രാജുവലി ഉണ്ടാകുന്ന കുറെ അധികം റൂളുകളാണ്. ആ റൂളുകളിൽ ഗ്രാജുവലി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. ഒരു പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഒരു റൂൾ അങ്ങോട്ട് നടപ്പാക്കാറല്ല WTOയുടെ പതിവ്. അതുകൊണ്ട് തന്നെ കുറെ സമയം നീട്ടി നൽകും, പിന്നെയും സമയം കൊടുത്ത് അവരെ കൊണ്ട് ആ റൂളുകളിലേക്ക് അവരെ എത്തിച്ചെടുക്കുക എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് WTO ആണ്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ഫോറം ഫോർ നെഗോസിയേഷൻ ആൻഡ് ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ അഗ്രിമെന്റുകൾ, ചില അഗ്രിമെന്റുകൾ ചില പാർട്ടികൾ ഗുരുതരമായിട്ട് ബാധിക്കുന്നവ ഉണ്ടാവാറുണ്ട്. ചില രാജ്യങ്ങൾക്ക് അത് ദോഷകരമായിരിക്കും, ചിലർക്ക് അത് ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് അഗ്രിമെന്റുകൾക്കും കുറെ ആളുകൾ ഉണ്ടാവും ഒപ്പോസ് ചെയ്യാനും, കുറെ ആളുകൾ അതിനെ അംഗീകരിക്കുന്നവരുണ്ടാവും. ഈ രണ്ട് പാർട്ടിയെയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചിരുത്തി നെഗോസിയേഷൻസിലൂടെ എല്ലാവർക്കും അംഗീകരിക്കത്തക്ക രീതിയിൽ ആ റൂളുകളെയൊക്കെ മാറ്റിയെടുത്തിട്ട് അഗ്രിമെന്റുകളെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇത്തരം സമയത്ത് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരാൾ അംഗീകരിക്കുന്ന റൂൾ മറ്റൊരാൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഡിസ്പ്യൂട്ടുകൾക്ക് സാധ്യത ഉണ്ടായിരിക്കും. പലപ്പോഴും ഷെയർഡ് റിസോഴ്സുകളൊക്കെ അടുത്തടുത്ത കൺട്രികളൊക്കെ തമ്മിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് സാധ്യതയുണ്ട്. അത്തരം ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അതും WTOയുടെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ WTO കൊണ്ടുവരുന്ന അഗ്രിമെന്റുകൾക്ക് അനുസൃതമായിട്ട് അതാത് രാജ്യങ്ങൾ അവരുടെ രാജ്യത്തുള്ള ലോസ്, നിയമങ്ങൾ ഇതിനനുസൃതമായിട്ട് മാറ്റിയെടുത്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമായിരിക്കും അത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് they reviews their national policies to ensure coherence and transparency of the policies ആണ്. ഓരോ രാഷ്ട്രങ്ങൾക്കകത്തുമുള്ള അതായത് അവരുടെ രാജ്യങ്ങളുടെ നിയമങ്ങള് എങ്ങനെയൊക്കെ ഈ WTO റൂളുകൾക്ക് അനുസൃതമായിട്ട് മാറ്റിയെടുക്കാം, അതിന് എത്ര സമയമെടുക്കുമെന്നും ആ സമയബന്ധിതമായിട്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നും ഒക്കെയുള്ളത് WTO കൃത്യമായിട്ട് അനാലിസിസ് നടത്തിയിട്ട് ആ രാജ്യങ്ങളെ കൊണ്ട് ആ ഒരു മാറ്റം കൊണ്ടുവരിപ്പിക്കും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ട്രിപ്സും ഒക്കെ വരുന്ന സമയത്ത് അതിനനുസൃതമായിട്ട് നമ്മൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന അതിന് മുന്നേ ഉണ്ടായിരുന്ന ചില റൂളുകളൊക്കെ, ഇപ്പൊ മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, MRTP ആക്ട് അബോളിഷ് ചെയ്യുക, അതിനുശേഷം ഫെറ ഉണ്ടായിരുന്ന ആ ഫെറയെ ഒഴിവാക്കുക, ഫെമ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൊമസ്റ്റിക് കൺട്രിക്ക് അകത്തു വരുന്ന മാറ്റമാണെങ്കിൽ പോലും ഈ ഒരു മാറ്റം നമ്മൾ സ്വന്തം അഭിപ്രായത്തിൽ എടുക്കുന്നതല്ല. അത് ഇത്തരം ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാല് WTOയുടെ റൂളുകൾക്ക് അനുസൃതമായിട്ട് ഇവിടുത്തെ റൂളുകൾ നമ്മൾ മാറ്റി കൊണ്ടുവരുന്നതാണ്. കോപ്പിറൈറ്റ് ആക്ടും പേറ്റന്റ് ആക്ടിലും ഒക്കെ നടത്തുന്ന അമെന്റ്മെന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ആക്ടുകളൊക്കെ മാറ്റം വരുത്തതിന് കാരണം WTO അഗ്രിമെന്റുകളാണ്. WTO അഗ്രിമെന്റുകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ നിയമങ്ങൾ നമ്മൾ മാറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണോ സഹായങ്ങൾ ആവശ്യമുള്ളത് അത് WTO പ്രൊവൈഡ് ചെയ്ത് തരും. സോ നാഷണൽ പോളിസികള് WTO റൂളുകൾക്ക് അനുസൃതമായിട്ട് മാറ്റിയെടുക്കാൻ എന്തൊക്കെ വേണ്ടത് അതിന്റെ സഹായവും WTO നൽകുന്നതാണ്. അതുപോലെ അസിസ്റ്റിംഗ് ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് LDCകളെ സഹായിക്കുക ടു അഡ്ജസ്റ്റ് WTO റൂൾസ് ത്രൂ ടെക്നിക്കൽ കോർപ്പറേഷൻ ആൻഡ് ട്രെയിനിങ്. ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഇത്തരത്തിലുള്ള റൂളുകൾ അംഗീകരിക്കുന്നത് പോയിട്ട് അതിന് വേണ്ട ടെക്നിക്കലായിട്ട് വേണ്ട കാര്യങ്ങൾ പോലും അവരുടെ കൈവശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ പല രാജ്യങ്ങൾക്കും നമ്മൾ ട്രേഡ് ബാരിയേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു ബാരിയർ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും അവിടെ നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ടാരിഫ് ബാരിയേഴ്സ് തന്നെ കീപ്പ് ചെയ്യില്ല, പകരം പൂർണ്ണമായിട്ടും എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന പല രാഷ്ട്രങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക.
അതുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ ആദ്യം പറയുക, WTO റൂൾ പ്രകാരം പറയാം, നിങ്ങൾ നിങ്ങളുടെ നോൺ താരിഫ് ബാരിയേഴ്സിനെ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയാം. അത് അങ്ങനെ കൺവേർട്ട് ചെയ്ത ശേഷം ഒരു താരിഫ് ബാരിയർ ആക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞതൊന്നും ഇത്തരത്തിലുള്ള തേർഡ് വേൾഡ് രാജ്യങ്ങൾക്ക്, അണ്ടർ ഡെവലപ്ഡോ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊന്നും അത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കാര്യങ്ങളും അതും ആര് കൊടുക്കും? കോർപ്പറേഷനും അത് ചെയ്തു കൊടുക്കുകയും പിന്നെ അത് അവർക്ക് അതിനു വേണ്ടി ട്രെയിനിങ് നൽകുക, ഇത്തരം കാര്യങ്ങളെല്ലാം WTO ഏറ്റെടുത്ത് നടത്തും. ആൻഡ് ഇറ്റ് ക്ലോസ്ലി കോർപ്പറേറ്റ്സ് ദ IMF ആൻഡ് വേൾഡ് ബാങ്ക് ഫോർ ദി എക്കണോമിക് പ്രോസ്പെരിറ്റി ഓഫ് ദി വേൾഡ്. അതുപോലെ ഇവർ റൂളുകൾ മാത്രം നിർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ റൂളുകൾക്ക് അനുസൃതമായിട്ട് ഫിനാൻസിന്റെയും കൂടെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഫിനാൻസ് നൽകാൻ വേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ വരുന്നത് രണ്ട് സ്ഥാപനങ്ങളാണ്. ഒന്ന് IMF ഉണ്ട്, മറ്റൊന്ന് വേൾഡ് ബാങ്ക് ഉണ്ട്. വേൾഡ് ബാങ്ക് ആണ് ലോങ് ടേം ആയിട്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. IMF ആണ് എന്ത് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഈ ലിക്വിഡിറ്റി എൻഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഡോളർ എൻഷുറിറ്റി ഒക്കെ ഉറപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാണ് WTO ചെയ്യുന്നത്. അതുവഴി ഇന്റർനാഷണൽ ബിസിനസിന്റെ കൃത്യമായ നിയതമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള റൂളുകളൊക്കെ നിർമ്മിച്ചെടുക്കും. ആ റൂളുകൾക്ക് അനുസൃതമായിട്ട് ലോകരാഷ്ട്രങ്ങളിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ IBRD സഹായിക്കും. ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷോർട്ട് ടേം ലിക്വിഡിറ്റിയുടെ ക്രൈസിസ് പരിഹരിക്കാൻ, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹരിക്കാൻ അവിടെ IMF ഇടപെടുകയും IMF അതിന് വേണ്ട ഫണ്ടുകൾ നൽകുകയും ചെയ്യും. ഇങ്ങനെ ഇവരെ മൂന്ന് പേരും കൂടെ കൂടിയിട്ടാണ് ലോകത്തിന്റെ ഇന്റർനാഷണൽ ബിസിനസിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ശക്തികളായിട്ട് വർത്തിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് WTOയുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി WTOയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോട്, അതിന്റെ സ്ട്രക്ചറും അതിന്റെ അഗ്രിമെന്റുകളും അതിന്റെ റൂളുകളും ഒക്കെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.